കഴിഞ്ഞ ദിവസമാണ് ഉർവശിയുടെയും മനോജ് കെ ജയൻ്റെയും മകൾ തേജാലക്ഷ്മി എന്നെല്ലാവരും വിളിക്കുന്ന കുഞ്ഞാറ്റയുടെ ഒരു അഭിമുഖം വൈറലായത്. ആ അഭിമുഖത്തിലൂടെ പറയുന്ന ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ചയായി മാറുകയാണ്. ഇപ്പോഴിതാ ഉർവശിയെക്കുറിച്ചും മനോജ് കെ ജയനെക്കുറിച്ചും മനോജ് കെ ജയൻ്റെ ഇപ്പോഴത്തെ ഭാര്യ ആശയെക്കുറിച്ചും ഒക്കെ തന്നെ വെളിപ്പെടുത്തുകയാണ് താരം. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയാം. ആശയ്ക്കും മക്കൾക്കുമൊപ്പം ഏറ്റവും പ്രിയപ്പെട്ടവൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാറ്റ. മനോജിനും ഉർവശിക്കും കുഞ്ഞാറ്റ കഴിഞ്ഞേ എന്തുമുള്ളൂ. എല്ലാവരും ഇവളെ സ്നേഹിക്കാനുള്ള പ്രത്യേക കാരണം ഇവളുടെ ആ ഒരു സ്നേഹം തന്നെയാണ്. ഒന്നും തിരിച്ചു കിട്ടാതെയുള്ള സ്നേഹം. അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിയുന്ന കുട്ടികൾക്കൊരിക്കലും സ്നേഹം നശിച്ചു പോകരുത്, അല്ലെങ്കിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോകരുത് എന്ന് വിശ്വസിക്കുന്നവരിൽ തന്നെ ഭൂരിഭാഗം പേർക്കും ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. കുഞ്ഞാറ്റ ഇങ്ങനെ പറയുമ്പോൾ അതൊരു വളരെയധികം സത്യമായ കാര്യമാണെന്ന് പ്രേക്ഷകരും പറയുന്നു. ആരാധകർ അതുപോലെ തന്നെ സംസാരിക്കുന്നുണ്ട്. കുഞ്ഞാറ്റയ്ക്ക് ഇപ്പോൾ ഒരുപാട് ആരാധകരുണ്ട്. അത്രമാത്രം പ്രേക്ഷക പ്രീതി നേടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഓരോ തവണ ചർച്ച ചെയ്യുമ്പോഴും കുഞ്ഞാറ്റയുടെ പേര് കേട്ടാൽ പ്രേക്ഷകർക്ക് അത്ര സന്തോഷമാകാറുണ്ട്. കുഞ്ഞാറ്റയെ അവർക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറയുന്നു. നെപ്പോ കിഡ്സ് എന്ന് വിളിച്ചാലും ഒന്നും ഫീൽ ചെയ്യാറില്ല. അങ്ങനെയാണല്ലോ പിറന്നത്, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ വിളി എനിക്ക് വിഷമം തരാറേയില്ല. പഠനശേഷം ജോലി എന്നത് ഞാൻ തന്നെ തിരഞ്ഞെടുത്തൊരു കാര്യമാണ്. സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ ചെയ്യണമെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. സ്കൂൾ കാലം മുതൽ അമ്മ ഇത് പറയുമായിരുന്നു. അപ്പോൾ മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ഞാൻ അവരോട് തുറന്നു പറഞ്ഞിരുന്നില്ല. സിനിമയിലേക്ക് വരിക എന്നത് ശരിയാണോ തെറ്റാണോ എന്ന ആശങ്കയുണ്ടായിരുന്നു. എൻ്റെ തീരുമാനങ്ങൾക്ക് ആരും എതിര് നിൽക്കാറില്ല. എൻ്റെ തീരുമാനങ്ങൾക്ക് എല്ലാവരും വില കൽപ്പിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ ജോലി ചെയ്യാൻ തീരുമാനിക്കുന്നത്. അതിനിടയിൽ തെലുങ്ക് സിനിമയിൽ അവസരം വന്നിരുന്നത്. പക്ഷെ ഞാനത് വേണ്ടെന്ന് വെച്ചു. ക്യാമറയോടൊരു ഭയമായിരുന്നു. അതായിരുന്നു ആദ്യമെന്ന് പറയാം. ഡിസിപ്ലിനോടെ തന്നെ വളരാനാണ് എന്നെ അനുവദിച്ചിട്ടുള്ളത്. വളരെയധികം രീതിയിലാണ് ഞാൻ നന്നായിട്ട് ജീവിച്ചതും. ഡിസിപ്ലിനോടെ പെരുമാറാൻ മാത്രമേ എനിക്ക് അറിയുകയുള്ളൂ എന്ന് പറയാം. അങ്ങനെ മാത്രം സിനിമയിൽ ഇറങ്ങാവൂ എന്നാണ് അച്ഛനും അമ്മയും നൽകിയ ഉപദേശം. അച്ഛനും അമ്മയുമാണ് എൻ്റെ മാനേജേഴ്സും PR-ഉം. അവരാണ് എനിക്ക് വേണ്ടി തീരുമാനിക്കുന്നതെല്ലാം. ഇപ്പോൾ ഒരു അഭിമുഖത്തിലാണ് തേജാലക്ഷ്മി ഇതിനെക്കുറിച്ച് പറയുന്നത്. ബാംഗ്ലൂരാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് എനിക്കുണ്ട്. ബാംഗ്ലൂർ പോകാനാണ് എനിക്ക് ഏറെയും ഇഷ്ടം. അച്ഛനാണെങ്കിൽ കൂടിയും ഇടയ്ക്കിടെ കാണാൻ വരും. ബാംഗ്ലൂർ, ചെന്നൈ, കൊച്ചി ഈ 3 സ്ഥലങ്ങളും എനിക്ക് ഏകദേശം ഒരുപോലെ ഇഷ്ടമാണ്. ഫ്രീഡം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന ആഗ്രഹം കൊണ്ടാണ് ക്രൈസ്റ്റ് കോളേജ് ഉപരിപഠനത്തിന് തിരഞ്ഞെടുത്തത്. സ്കൂൾ കാലഘട്ടത്തിൽ പാരൻസിനൊപ്പമാണല്ലോ ജീവിച്ചത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റൽ ജീവിതം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പലതും എക്സ്പീരിയൻസ് ചെയ്തു. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ സംസാരിക്കുന്നുണ്ട്. പ്രേക്ഷകർക്കത് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ കാണുന്ന ഒരു കാര്യവുമാണ്. തേജാലക്ഷ്മി എന്നത് പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമുള്ള പേരാണ്. അതിനേക്കാൾ ഉപരി അവരെന്നെ വിളിക്കുന്നത് കുഞ്ഞാറ്റ എന്നാണ്. കുഞ്ഞാറ്റ എന്ന പേരിനോട് എനിക്കും ഒരു സ്നേഹമുണ്ട്. എല്ലാവർക്കും തോന്നുന്നത് പോലൊരു ഇഷ്ടം കുഞ്ഞാറ്റ എന്ന പേരിനോട് എനിക്കുമുണ്ട് എന്ന് തന്നെയാണ് തേജാലക്ഷ്മി വെളിപ്പെടുത്തുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.